ബട്ട് നാട്ടിൽ നിന്നും എൻ്റെ പാപ്പനും ആൻറ്റിയും മകളും കൂടി ഒരാഴ്ച ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് വന്നിരുന്നു കേട്ടോ. അവരെയും കൊണ്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലും അടിച്ച് പൊളിച്ച് കറങ്ങി നടന്നു കേട്ടോ. അതിലൊന്നായിരുന്നു നമ്മുടെ ബനാർഘട്ട ബയോളജിക്കൽ പാർക്ക് കേട്ടോ. ഞങ്ങൾ ഉച്ചയായി അവിടെ എത്താൻ കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ ഒരു സഫാരി അങ്ങ് ബുക്ക് ചെയ്ത് കേട്ടോ. ജംഗൽ സഫാരിയുടെ ബസ് ഞങ്ങൾക്ക് AC ബസ്സാണ് കിട്ടിയത് കേട്ടോ. ജീപ്പും കിട്ടിയില്ല, നോൺ AC കിട്ടിയില്ല കേട്ടോ. നോൺ AC കിട്ടാത്തതല്ല, അവർ നമ്മളെ ചില്ലറ ആയിട്ടൊന്ന് പറ്റിച്ചു എന്ന് തോന്നി കേട്ടോ. പക്ഷെ ബസ്സിൽ കയറിയതും അത് തന്നെ നന്നായി എന്ന് തോന്നി കേട്ടോ. AC ബസ് ആകുമ്പോൾ നല്ല പ്ലെയിൻ ഗ്ലാസ്സിലൂടെ നമുക്ക് നല്ല വ്യൂ കിട്ടും കേട്ടോ. നമ്മളുടെ നോൺ AC ബസ് ആകുമ്പോൾ അതിൽ ആ സേഫ്റ്റി ഗ്രിൽ ഉള്ളത് കൊണ്ട് നമുക്ക് കാഴ്ച കുറച്ച് മങ്ങലായിരിക്കും കേട്ടോ. പക്ഷെ തുടക്കത്തിൽ തന്നെ കുറച്ച് മഴ പെയ്തത് കൊണ്ട് ഗ്ലാസ് ഒക്കെ ഞങ്ങൾക്ക് കുറച്ച് മങ്ങലായി തന്നെ അനുഭവപ്പെട്ടെങ്കിലും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന അത്ര അങ്ങ് മങ്ങലൊന്നും ഇല്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി സൂപ്പർ ആയിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, കുറെ മൃഗങ്ങളെ കാണാൻ കേട്ടോ. സംഭവം നമ്മുടെ മുത്തങ്ങ പോലെ ഒന്നും അങ്ങ് ലൈവായിട്ട് കാണുന്നതല്ല കേട്ടോ. ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് സെറ്റ് ചെയ്ത് വെച്ചതാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. പക്ഷെ ആ നേച്ചുറലായിട്ട് ആ കാട്ടിൽ നിന്ന് തന്നെ അവരെ കാണുമ്പോൾ ഉള്ളൊരു കേക്ക് അത് അടിപൊളിയാണ് കേട്ടോ. ഒരു കടുവ വന്നൊരു ലുക്ക് വിട്ടത് ഞാൻ അങ്ങ് പേടിച്ചു പോയി കേട്ടോ. എന്നാലും ഞങ്ങളുടെ സഫാരി അങ്ങ് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ആ ബയോളജിക്കൽ പാർക്കിലൂടെ ഒക്കെ കറങ്ങി നടന്നു കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റും കൂടി ആയിരുന്നു കേട്ടോ. ടൈഗർ, ലയൺ, വൈറ്റ് ടൈഗർ, കരടി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ബനാർഘട്ട ട്രിപ്പ് എന്തായാലും ഞങ്ങൾ പൊളിച്ച് അടക്കി കേട്ടോ.